ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബ്രെഡും മുട്ടയും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ബ്രെഡും മുട്ടയും. അപ്പോൾ ഈ ഒരു ബ്രെഡും മുട്ടയും കൊണ്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ റെഡിയാക്കാമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലായാലും വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എന്താണോ പൊതുവെ ഉപയോഗിക്കാറ് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫില്ലിങ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റായിട്ടോ ക്രഷ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല അത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിലും മാറ്റം വരുത്തണേ, അതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിയിട്ടൊന്ന് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കണേ. അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇത് ഒന്ന് പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയിലയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് ചിലവർക്ക് ഫ്ലേവർ മസാലയിൽ പിടിക്കില്ല, അങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നാലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 3 പുഴുങ്ങിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഈ കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളും ഈ സവാളയുടെ ഒക്കെ എല്ലാ ഫ്ലേവറും കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മുട്ട ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അല്ലാതെ നമ്മുടെ മുട്ട നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോൾസ് കഴിക്കുന്ന സമയത്ത്
ആ ഒരു ഇടയ്ക്ക് മുട്ടയൊന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നല്ല നമുക്ക് കടിക്കാൻ പാകത്തിനൊന്നും കിട്ടില്ല. അതിൽ നിന്ന് ഈ ഒരു ഫില്ലിങ്ങിന് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കോഴിമുട്ടയൊന്നും ഒന്നും ഉടയാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. കാരണം നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുത്ത സമയത്ത് ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി വരുമല്ലോ. അപ്പോൾ മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം മതി. ലോ ഫ്ലെയിമിലിടണേ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടപ്പ് തുറന്ന് കൊടുക്കുകയാണ്. കണ്ടില്ല, ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇവിടുന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ എഗ് ബോൾസ് ആവശ്യം അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ബ്രൗൺ പാർട്ട് വരുന്ന സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് മുഴുവൻ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം മുഴുവൻ ബ്രെഡും ഞാൻ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് എഗ് ബ്രെഡ് ബോൾസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എഗ് ബ്രെഡ് ബോൾസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് വെള്ളമൊക്കെ വലിച്ചെടുക്കുമല്ലോ, അതൊക്കെ ഒന്ന് പുറത്തേക്ക് തന്നെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കറക്റ്റുള്ള അളവൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ബോളിൻ്റെ ഷേപ്പായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ആദ്യം സൈഡൊക്കെ ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉരുട്ടി ഒരു ബോളാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഷേപ്പ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഷേപ്പായിട്ട് പൊങ്ങി വന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത ബ്രെഡും ബാക്കിയുള്ള മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ബോൾ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡ് ബോൾസ് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ ബോൾസായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ, കാരണം ഒരുപാട് സമയം വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാം നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുള്ളതല്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് പൊങ്ങി വരും കേട്ടോ, ബ്രെഡ് കുറച്ച് വീർത്ത് വരും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളർ മതി കേട്ടോ, ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കണം, ചെറുതായിട്ടുള്ളൊരു ഗോൾഡൻ കളറ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മുഴുവൻ എഗ് ബ്രെഡ് ബോൾസും റെഡി ആയിട്ടുണ്ട്.
നല്ല പെർഫെക്റ്റ് കളർ, ഈ ഒരു കളറിൽ തന്നെ എടുത്തോളൂ കേട്ടോ, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് ചെയ്യുക കേട്ടോ, ചിക്കന്, ബീഫ്, അങ്ങനെ ആ ഒരു രീതിയിലെല്ലാം ചെയ്യുക. പക്ഷേ ഞാൻ എളുപ്പത്തിലുള്ളൊരു മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്